ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് പാലക്കാട് ഫോർട്ടിൽ കാണാൻ വന്നതാണ്. സോ പാലക്കാട് ഫോർട്ട്, ടിപ്പു സുൽത്താൻ ഫോർട്ട് പറയും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും മഴക്കാലം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇന്ന് അത്യാവശ്യം നല്ല റഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കയറി വരുന്നതിന് ഈ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് പോപ്കോണിൻ്റെ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന അവിടെയാണ് ടിക്കറ്റ് കൗണ്ടറുള്ളത്. അവിടെ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. അവിടെ റേറ്റ്സ് കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. എൻട്രി ഫീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ 25 പെർ ഹെഡാണ് ക്യാഷ് പേയ്മെൻറ്റ് വന്നിട്ടുള്ളത്. ഐ മീൻ പിന്നെ അതർ കൺട്രീസിലുള്ള വിസിറ്റേഴ്സിന് 300 പെർ ഹെഡാണ്. അതേപോലെ തന്നെ ടിക്കറ്റ്സ് നമുക്ക് ഓൺലൈൻ കൂടെ എടുക്കാൻ പറ്റുന്നതാണ്. ടിക്കറ്റ്സ് ത്രൂ വെബ്സൈറ്റ് വഴി എടുക്കാൻ പറ്റും. അവിടെ QR കോഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്, ആ വെബ്സൈറ്റിലേക്ക് കയറാനുള്ളത്. പിന്നെ അല്ലെങ്കിൽ ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ് ഓൺലി, വേറെ GPay എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. സോ അത്യാവശ്യം ഈ മഴയാണെങ്കിൽ കൂടി ഭയങ്കര റഷും കാണലൊക്കെ വന്നിട്ടുണ്ട്. പല ഏരിയാസിനും തമിഴ്നാട് നിന്നൊക്കെ വണ്ടികളും കാണലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സെപ്പറേറ്റ് 2 വീലർ പാർക്കിങ്ങിന് വേറെ ഏരിയ ഉണ്ട്, 4 വീലർ പാർക്കിങ്ങിന് അത്യാവശ്യം ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതാണ് ഇതിലേക്ക് പോകുന്ന എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരുന്നത്. കണ്ടില്ലേ? ഏകദേശം നമ്മൾ പാലക്കാട് കോട്ടയുടെ ചരിത്രം നോക്കുമ്പോൾ ഏകദേശം 1766 ഹൈദരാലി ഇത് റീബിൽഡ് ചെയ്തത്. ശരിക്കും 1757 നമ്മുടെ പാലക്കാട് അച്ഛൻ അറ്റാക്ക്, സാമുദ്രിയിൽ നിന്ന് അറ്റാക്ക്, അതിൻ്റെ ഒരു ഇത് കാരണം ഹൈദരാലി വന്ന് ഇത് എടുക്കുമായിരുന്നു. പിന്നീട് ഇത് അവർ റീബിൽഡ് ചെയ്തു. അങ്ങനെ 1790 കാലഘട്ടത്തിൽ പിന്നെ ഹൈദരാലിയുടെ മകനാണല്ലോ ടിപ്പു സുൽത്താൻ ആയിരുന്നു ഇതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം 1790 പിന്നെ യുദ്ധത്തിന് ശേഷം ഇത് ബ്രിട്ടീഷുകാരുടെ കയ്യിലൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് ചരിത്രം പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്നും മൈസൂരിലേക്ക് ഒരു രഹസ്യ തുരങ്കപ്പാത ഉണ്ടായിരുന്നൊക്കെ കേൾക്കുന്നുണ്ട്. എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല. നമുക്ക് നുണക്കഥയൊന്നും പറഞ്ഞിട്ട് രണ്ടൊന്നും പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതാണ് ഫോർട്ടിലേക്കുള്ള അവിടുത്തെ ചെറിയ ബ്രിഡ്ജും കാണാൻ പറ്റും. നമുക്ക് കണ്ടില്ലേ, ഒരു വെള്ളമൊക്കെ ഉണ്ട്. ശരിക്കും അതൊരു ഇതിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നു. അവിടെ കയറി കിടക്കാൻ ബുദ്ധിമുട്ട് കാരണം അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു വെള്ളം അങ്ങനെ ഒരു പാസേജ് കാണാനൊക്കെ ഉണ്ടാക്കിയത്. സംഭവം ഇത് അത്യാവശ്യം കാണാണ്ടിരിക്കാൻ എല്ലാവരും കണ്ടായിരിക്കും. പക്ഷേ വലിയ ഇതൊക്കെ ഫുള്ളും ഒരു ഗ്രാനൈറ്റ് ബ്ലോക്സ് കൊണ്ട് ഉണ്ടാക്കിയെന്നാണ് അറിയപ്പെടുന്നത്. ഹെവി ആയിട്ടുള്ള ഒരു ഗ്രാനൈറ്റ് ബ്ലോക്സ് കൊണ്ടാണ് കുറേ ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്തെന്ന് അറിയപ്പെട്ടത്. പിന്നീട് ഹൈദരാലിൻ്റെ അടുത്ത് ഇത് കിട്ടിയ ശേഷം ഇത് ഫുള്ളും ഹെവി ഗ്രാനൈറ്റ് ബ്ലോക്സ് വെച്ചിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സംഭവം ഇത് അത്യാവശ്യം ഭയങ്കര ഹെവി സാധനമാണ് കേട്ടോ. കാരണം കണ്ടില്ലേ, അവിടെ നിന്ന് വന്ന് പിന്നെ ഇതിലേക്ക് വേറൊരു മെയിൻ എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ കൊണ്ട് കയറാൻ പറ്റും. ഇതിൻ്റെ നമുക്ക് ടോപ്പ് വ്യൂ ഒക്കെ കാണാൻ പറ്റും. കണ്ടില്ലേ? നമുക്ക് ടോപ്പിൽ നിന്ന് കയറില്ല. അങ്ങനെ കണ്ടോ, 1, 2, 3 അങ്ങനെ 4 ഭാഗങ്ങളുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആ സമയത്തൊക്കെ നമുക്ക് ഫുൾ വ്യൂ ആയിരിക്കും. കാരണം തോന്നുന്നു ഈ എന്തെങ്കിലും അറ്റാക്കൊക്കെ വരുന്ന സമയത്ത് കുറച്ച് പ്രൊട്ടക്ഷൻ വേണം, കുറച്ചും കൂടി നല്ല വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഓരോ കോർണറിലും ഓരോന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം ഇത് ഭയങ്കര വൈഡായിട്ടുള്ളൊരു ഏരിയയാണ്. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ഈ വോൾ തന്നെ ഭയങ്കര കണ്ടില്ലേ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഭയങ്കര വ്യൂ കാണാൻ പറ്റും. ഇപ്പോൾ കാണാൻ നല്ല ഭയങ്കര ഗ്രീനറി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഇതിനുള്ള ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റേജ് പരിപാടിയൊക്കെ നടക്കുന്ന ഒരു ഏരിയ കാണാനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന് കയറി ഉടനെ തന്നെ റൈറ്റ് സൈഡിലാണ് ഹനുമാൻ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ടിപ്പുവിൻ്റെ സോൾജേഴ്സ് ആ സമയത്ത് കുറച്ചുകൂടി ഒരു സീക്രട്ടിന് വേണ്ടിയിട്ട് ചെയ്തതെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇത് കണ്ടില്ലേ, ചിലപ്പോൾ ഈ പീരങ്കി കാണലൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. കാരണം
ഇത് ഭയങ്കര പ്രൊട്ടക്ഷനാണ് ഈ ഫോർട്ടിൻ്റെ, ഐ മീൻ ബൗണ്ടറി ഭയങ്കര സ്ട്രോങ്ങും അതുപോലെ തന്നെ പ്രൊട്ടക്ഷനുമാണ്. ഇങ്ങനെ 4 എണ്ണം ഓരോ ഏരിയയിലും സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 കോർണേഴ്സിലും ഓരോന്ന് വെച്ചിട്ടുണ്ട്. കാരണം കുറച്ചും കൂടി പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാവും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. കാരണം അങ്ങനെ ഓരോ ഭാഗത്ത് നിൽക്കുമ്പോൾ കുറച്ചും കൂടി 4 ഇതിൻ്റെ വശത്തേക്കുമുള്ള നല്ല വ്യൂസും അതുപോലെ തന്നെ ടോപ്പ് നിന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ഇത് കാരണമായിരിക്കാം അങ്ങനെ 4 എണ്ണം. ഇത് സംഭവം നല്ല വെൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഭയങ്കര ഒരു വൈഡ് ആൻഡ് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഏരിയ ആണ്. പിന്നെ നമുക്ക് ആ മരം കാണാൻ പറ്റുന്നുണ്ടോ, ആ മരത്തിൻ്റെ കൊമ്പ് കണ്ടില്ലേ ശരിക്കും. ആ മരത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ താഴത്തേക്ക് ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് പോയപ്പോൾ ഇരിക്കാൻ പറ്റുന്ന സൗകര്യം അങ്ങനെ നല്ല രസമുണ്ടല്ലേ മരം കാണാൻ. പിന്നെ കുറേ ചേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വന്ന് പോകുന്നുണ്ടോ, പുറത്തുനിന്നുള്ള ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളൊക്കെ വന്ന് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ചെറിയ ഗാർഡൻ പോലെയൊക്കെ അവിടെ ഇവിടെയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു QR കോഡ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, കണ്ടില്ലേ. ഈ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പല ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് തന്നെ കാണാൻ പറ്റും. നമ്മുടെ ഈ ഗാർഡൻ പോലെയൊക്കെ ഇഷ്ടംപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഓരോ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിൽ തന്നെ ടോയ്ലറ്റ്സും കാരണം എല്ലാം അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുളം കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഈ കാണുന്ന വഴി നേരിട്ട് പോകുന്നത് കണ്ടേ ഒന്ന് കാണാൻ പറ്റും. അവിടെ ഒരു കുളം കാര്യങ്ങളൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഐ മീൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഓഫീസും കാര്യങ്ങളൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് ഓഫീസ് ഓഫ് സീനിയർ കൺസർവേഷൻ അസിസ്റ്റൻറ്റ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഓഫീസ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഐ മീൻ ഭാരത സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സംഭവം ഇതിൻ്റെ ഉള്ളിൽ ഈ മഴക്കാലത്ത് വന്ന ഭയങ്കര ഗ്രീനറിയാണ്. പിന്നെ അത്യാവശ്യം നല്ല റഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, സംഭവം പണ്ടത്തെ കാലത്തെ ഐ മീൻ ആ കൺസ്ട്രക്ഷനൊക്കെ പക്ക അടിപൊളിയാണ്. കാരണം ഇതിൻ്റെ ഈ ബൗണ്ടറിന് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങളെല്ലാവരും പാലക്കാടൊക്കെ വരികയാണെങ്കിൽ വിസിറ്റായിട്ടും പാലക്കാട് ഫോർട്ട് വിസിറ്റ് ചെയ്യുക. ഒരു 25 rupees പെർ ഹെഡാണ് അഡൽറ്റിനും കോസ്റ്റൊക്കെ വരുന്നുള്ളൂ. സോ ടാറ്റ.